ദൈവികാനുഗ്രഹങ്ങളുടെ പ്രമേയമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മോറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറാ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ചോ. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തുകയും അതിനെ നിനക്ക് ബദ്ധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോട് നീ നൽകുകയും അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശിക്കാൻ മഹിമയോട് പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിനെ നൽകിയ നൽവരുന്നാൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലിഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായി ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സമ്മതിയാകുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ മണവാളനായ പുത്രനായ മണവാളനെയും ഈ മണവാപുത്രിയായിരിക്കുന്ന മണവാട്ടിയെയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തിരുവാൻ നീ ഇടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഹത്തിലും മരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും മലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകസന്നിഹിതരായിരിക്കുന്ന ജനക്കൂട്ടത്തെ പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്ന് ഇടപെടാതെ നിന്നെ നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധരൂഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിലുള്ള കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നാം പ്രാപിക്കുമാറാകട്ടെ. പതിവ്രതയാ പരിപാവന സഭയെ വാനോന്മാതൻ വിട്ടൊരു നേരം ശീമോന്യോ എന്നിവരെ ആഹ്വാനം ചെയ്തേൽപ്പിച്ചേവം വീടിൻ ഭരണം ശീമോനെ. സുവിശേഷം യോഹന്നാൻ
വെടുപ്പുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹസേം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ, തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹസേം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യം ഇവരുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മല സംരക്ഷിക്കാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ മോറൻ തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോദനങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോദനങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലത് കൈ കരുണയോട് നിങ്ങൾക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായ വലം കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലത് കൈ അദൃശ്യമായി നിങ്ങൾക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നെന്ന പോലെ ആചാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരേറ്റുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്നെ മശിഹ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് താൻ പൂർണ്ണരാക്കട്ടെ. മണവാളനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ അക്ഷയവും മനോഹരവുമായ ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യ സ്നേഹിപ്പാനായ സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസാക്ഷി നയിക്കുവാൻ സംഗതി ആകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ട മനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം വരെ സംരക്ഷിക്കട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ.
ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണയും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീമായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കണമേ. ഹോശോ വബുഖുല സുബ്ഹാനൽ ഉൽമിൻ. സഭയാം തിരുസഭയാമീയ അത്യുന്നതനുടെ മാണപ്പാട്ടി പ്രിയനെന്നെ വേട്ടൊരു നാളിൽ സത്വരമുന്നതി ഞാൻ പൂണ്ടു. സൃഷ്ടികളതിലതിശയമാണ്ടു മഹിമയണിഞ്ഞോൾ ഞാൻ ധന്യ. സ്കീപ്പായാൽ ഞാൻ വേട്ടോളാം സുമുഖി സ്വാഗതമോതും നീ കാതനികേതം ഞാൻ തൂകി വിട്ടിടാൻ ഞാൻ ക്രൂരായേ. മുറിയോരാഹിൻ വിലയുവാദാനേ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. ഇപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്രീമാരാവും പകരം നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സകല സൈന്യങ്ങളിൽ നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. മണവാളനും മണവാട്ടിക്കും ഒഴിച്ചുള്ളവർക്ക് അല്പസമയം അവിടെ ഇരിക്കാവുന്നതാണ്. ഇപ്പോൾ ബഹുമാന്യനായ സക്കറിയ പൊന്മാണി ഭാച്ചൻ ദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹവും അനുമോദനവും നേരുവാനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൂദാശയുടെ ഭാഗഭാക്കുകളാകാനും കടന്നു വന്നിട്ടുള്ള വാത്സല്യ സഹോദരങ്ങളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, പരിശുദ്ധ സഭയുടെ കൂദാശകളിൽ ഒന്നിലേറെ പേർ ഒരേ സമയം കൃപാഭോക്താക്കളാകുന്ന ശ്രേഷ്ഠ ശുശ്രൂഷയാണ് വിവാഹത്തിൻ്റേത്. ഈ അടുത്ത കാലത്ത് വളരെ ഉന്നതമായ ബിരുദമൊക്കെയുള്ള ലോകം കീഴ്മേൽ മറിച്ച് ഇളക്കി മറിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ എന്താണ് വിവാഹം? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ വിവാഹം എന്ന് വെച്ചാൽ രണ്ടുപേര് തമ്മിൽ ഈ ഫീലിങ്ങോട് വരുന്നില്ല, ഈ രണ്ടുപേര് തമ്മിൽ ഈ എന്നുള്ളതാണ് വിവാഹം എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിദ്യാസമ്പന്നരും സംസ്കാര സമ്പന്നരും എന്ന് കരുതപ്പെടുന്ന പലരുടെയും ധാരണ. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ഓർക്കണം, വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കേവല ഒരുമിക്കലല്ല. ഇറ്റ് ഈസ് ദ യൂണിയൻ ആൻഡ് യൂണിഷൻ ഓഫ് ടു പീപ്പിൾ into one by God and in God. അത് മറന്നു പോകുന്നവർക്ക് കുടുംബജീവിതത്തിൻ്റെ ഹൃദ്യത ഒരിക്കലും അനുഭവിക്കാനായിട്ട് കഴിയില്ല. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച പല ആളുകളും പറയുന്ന ഒരു വിവരം കെട്ട ചോദ്യമാണ്, ഉയർത്തുന്ന ചോദ്യമാണ്, എനിക്കെൻ്റെ പേഴ്സണാലിറ്റി ഇല്ലേ? വിവാഹ ജീവിതത്തിലേക്ക് കയറുന്ന ഒരുവനും
പിന്നെ അവൻ്റെ പേഴ്സണാലിറ്റി ഇല്ല, അവളുടെ പേഴ്സണാലിറ്റി ഇല്ല. പരിശുദ്ധനായ മാത്യൂസ് തിരുവമ്പാവാതിന് മനസ്സുകൊണ്ട് പലപ്പോഴും പറയും, 1+1 ഒരു വലിയ 1. ഒരു പുതിയ ഫോർമുലേഷനാണ് ഇവിടെ. ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, ഇതൊരു മിക്സർ അല്ല. ഇവിടെ മണവാളൻ്റെയും മണവാട്ടിയുടെയും വ്യക്തിത്വം, ആളത്വം ദൈവസന്നിധിയിൽ ഉരുകി ഇല്ലായ്മ ചെയ്യപ്പെട്ട പങ്കാളിയുടേതോട് കൂടിച്ചേർന്ന് ഒരു പുതിയ ആളത്വം ഉണ്ടാകുന്നു. ആ ആളത്വത്തിൽ ഞാനില്ല, ആ ആളത്വത്തിൽ നീയില്ല. ആ തിരിച്ചറിവാണ് ഇന്നത്തെ പല ഡോക്ടറേറ്റും MBAയും ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ആടിനെ വളർത്തിയും കൃഷി ചെയ്തുമൊക്കെ ജീവിച്ചിരുന്ന പാവപ്പെട്ട നമ്മുടെയൊക്കെ വലിയ വല്യപ്പന്മാരുടെ ജീവിതത്തിൻ്റെ സുസ്ഥിരതയും സമാധാനവും. അവർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വണ്ണം ഉള്ള ആസ്തി സ്വാധീനങ്ങൾ ഇന്നത്തെ തലമുറയ്ക്കുണ്ട്. പക്ഷേ അവരനുഭവിച്ച ആ പൂർണ്ണത, സംതൃപ്തി നമുക്ക് നഷ്ടമാകുന്നു. അതുകൊണ്ട് മക്കളെ ഓർക്കുക, നീയും ഇവനും നീയും ചേർന്നാൽ ജീവിതമാകില്ല, കുടുംബമാകില്ല. നിങ്ങളെ ഒന്നാക്കിയ ദൈവം ഒരു സമഭുജ ത്രികോണത്തിൽ 3 വശങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതുപോലെ നിങ്ങൾ രണ്ടുപേരോട് ഒപ്പം ചേർന്ന്, നിങ്ങളോട് ചേർന്ന്, നിങ്ങളിലായി ദൈവത്തിൻ്റെ ആളത്വം അനുഭവിക്കാനായിട്ട് കഴിയണം. ആ ഭാഗം ഇടുന്നു. രണ്ടാമത്, കുരിശ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒത്തിരി പ്രയാസമോ നൊമ്പരമോ ഒക്കെ വരുമ്പോൾ ആ അവസ്ഥയോ അനുഭവത്തെയോ നമ്മൾക്ക് എതിരായിട്ട് പ്രതികൂലമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെയോ കാണിക്കുന്നതിന്, വിശേഷിപ്പിക്കുന്നതിന്, കഷ്ടതയെ സൂചിപ്പിക്കുന്നതിന് നമ്മൾ പറയും അതൊരു കുരിശാണ്. ആ സാധാരണ സങ്കല്പം മനസ്സിൽ വെച്ചുകൊണ്ട് ചിലപ്പോഴൊക്കെ ഞാനും ആലോചിച്ചിട്ടുണ്ട്, ഈ ശ്രീയാനി പിതാക്കന്മാർ എന്ന വിവരക്കേടാ കാണിക്കുന്നത്. സ്വപ്നങ്ങളുടെ വലിയ ഒരു കൂമ്പാരമായിട്ട് ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെ തലയിൽ കുരിശ് ആഘോഷിച്ചിറക്കുന്നു. പക്ഷേ ചിന്തിച്ചു വന്നപ്പോൾ, അറിയാവുന്നവരുമായിട്ട് പങ്കിട്ട് വന്നപ്പോൾ, ശ്രീയാനി പിതാക്കന്മാരുടെ ആത്മീയ ദർശനത്തിൻ്റെ 7000 അകലത്ത് പോലും ചെല്ലുവാൻ നമുക്ക് യോഗ്യതയില്ല. അതുകൊണ്ടാണ് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ശിരസിൽ കർത്താവിൻ്റെ കുരിശ് ആഘോഷിച്ചിറക്കും. പച്ചയായിട്ട് പടയുമ്പോഴും കർത്താവിന് വേദനയില്ലായിരുന്നു. ദുഃഖവെള്ളിയാഴ്ചയും പാഷൻ വീക്കിലും ഒക്കെ പ്രസംഗത്തിന് വരുന്നവര് കർത്താവിൻ്റെ വേദനയെ അങ്ങോട്ട് പെരുപ്പിച്ച് പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ പുച്ഛം തോന്നാറുണ്ട്. കർത്താവിനോട് അനുഭവിച്ചത് ജഡികമായ വേദനയ്ക്കപ്പുറം തൻ്റെ മക്കൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടി അനുഭവിക്കുന്ന തൻ്റെ നിയോഗപൂർത്തിയിൽ തനിക്ക് സ്വാംശമാകുന്ന നിർവൃതി, മനുഷ്യന് വേണ്ടി ജീവിച്ച് നിർവൃതി അടിഞ്ഞ കർത്താവ് തൻ്റെ ജഡികമായ വേദന അറിഞ്ഞില്ല. മറുപടിയില്ലാത്ത ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചില്ല. ഞാൻ മരിച്ചാൽ നീ എനിക്ക് എന്ത് തരും? മനുഷ്യനോട് യേശു തമ്പുരാൻ ചോദിച്ചില്ല. മക്കളെ, ആ അർത്ഥത്തിലാണ് കർത്താവിൻ്റെ കുരിശ് നിങ്ങളുടെ മേൽ ആഘോഷിച്ചിറക്കുന്നത്. ഈ മണവാളൻ ഇവളോട് നീ എനിക്ക് എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ അവകാശമില്ല. മറിച്ച് ഇവൾക്ക് ഇവനോട് നീ എനിക്ക് എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ അവകാശമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ ആഗ്രഹിക്കുന്ന അവളും അവൾ ആഗ്രഹിക്കുന്നത് അവനും തിരിച്ചറിയാൻ തക്കവണ്ണം നിങ്ങളുടെ ആളത്വങ്ങൾ ഒന്നായിട്ട് മാറും. അവിടെ വിജയമല്ല, പരാജയമാണ് സംതൃപ്തിയും സന്തോഷവും നൽകുന്നത് ഓർമ്മിപ്പിക്കണം. മൂന്നാമത്തെ ഭാഗം, ഈ മണവാട്ടിയുടെ കുടുംബവുമായിട്ട് ഇവളൊക്കെ കൊച്ചു പിള്ളേരായിരിക്കുമ്പോൾ മുതലുള്ള വലിയ ആത്മബന്ധം എനിക്കുണ്ട്. എന്നെപ്പോലെ ആ പരിശുദ്ധ ദേവാലയത്തിൻ്റെ ശുശ്രൂഷകരായിരുന്ന എല്ലാ വൈദികർക്കുമുണ്ട്. അതുകൊണ്ട് മേഴ്സിയിലെ അമ്മമാരെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നു, കെട്ടിച്ച് പെണ്ണിനെ അങ്ങ് വിടണം. പണ്ടൊക്കെ കെട്ടിച്ച് വിടുമായിരുന്നു, ഇപ്പം കെട്ടിച്ച് പിടിക്കുക. കെട്ടിക്കുന്നതിന് മുമ്പ് പെണ്ണ് എവിടെ പോയാലും കുഴപ്പമില്ല, ഇതിലേ പോയാലും വേണ്ടില്ല, എങ്ങനെ പോയാലും വേണ്ടില്ല. വൈകിട്ട് വരുമ്പോൾ കയ്യും കാലും കഴുകി പൗഡർ കൊണ്ടുകൊണ്ട് വരണമെന്നേ. കെട്ടിച്ചു കഴിഞ്ഞാൽ ലൈനങ്ങ് മാറി. അമ്മയ്ക്ക് എന്തൊരു വെപ്രാണെന്നറിയാമോ? മോള് രാവിലെ തിന്ന ദോശയുടെ ഡയമീറ്റർ എത്ര, അതിൻ്റെ തിക്നെസ് എത്ര, വേണ്ടാത്ത കാര്യമൊന്നും ചോദിക്കരുത്. അവൾ ദോശ തിന്നോ, മുളകടിച്ച് കഴിക്കുമോ, തിന്നോട്ടെ. പുതിയൊരു സാഹചര്യത്തിൽ പോയി അവിടെ ജീവിക്കാൻ ലെറ്റർ ബി പെർമിറ്റഡ്. അവിടെ അനാവശ്യമായ ഇടപെടലുകൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൂടാ എന്ന് ഞാൻ പറയുമ്പോൾ ഇന്ന് പലപ്പോഴും കുഞ്ഞുങ്ങളെ അകറ്റുന്നത് അവരുടെ ഇത്തിരി പോകുന്ന സൗന്ദര്യപ്പിണക്കങ്ങളല്ല, അതിന് മുകളിലുള്ള ഇടപെടലുകളാണ്. ഇത്
എല്ലാ അമ്മമാരും അപ്പന്മാരും ഓർക്കണം എന്ന് സൂചിപ്പിച്ച ആ ഭാഗം വിടുന്നു. മക്കളെ, നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്, അതൊക്കെ സഫലീകരിക്കണം. എല്ലാ സ്വപ്നങ്ങളും സഫലീകരിക്കപ്പെടുകയില്ല, എല്ലാ മോഹങ്ങളും പൂണിയുകയില്ല. പക്ഷേ നന്മകൾ തരുന്നത് നിങ്ങളുടെ മിടുക്കല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. നന്മകളിൽ അഹങ്കരിക്കരുത്. അതുകൊണ്ട് തന്നെ നന്മകൾ അഹങ്കരിച്ചില്ലെങ്കിൽ പ്രയാസങ്ങളിൽ നിങ്ങൾ ഏകരല്ല, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയണം. നിങ്ങളെ കൈപിടിച്ചേൽപ്പിച്ചിട്ട് വൈദികൻ പറയും, ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം പരമേൽപ്പിക്കുന്നു. ചെളിവാരി എറിയാനും കാലുവാരാനുമല്ല, കൈത്താങ്ങായി ബലമായി കൂടെയിരിപ്പാൻ. പ്രാർത്ഥനയുടെ ആളത്വത്തിൻ്റെ ഒരുമിപ്പിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ജീവിപ്പാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പ്രതിസന്ധികളല്ല, വെല്ലുവിളികളല്ല. പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഒരുമിപ്പിൻ്റെ ദൈവിക ചൈതന്യം അനുഭവിപ്പാൻ നിങ്ങൾക്ക് കഴിയണം. അത് നേർന്നുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ പേരിൽ, വൈദികരുടെ പേരിൽ എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും ചെയ്യപ്പെടുമാറാകണമേ. അനശ്വരമായ വിരുന്നിനും മഴവില്ലാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുമാറാകണമേ. ഹോശോ അബ്കുലസ്മാൻ ലവുൽ മീ ആദിമനീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ശ്രീദാൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. Soy
നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാഭവും വീഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ കരേറ്റുവാൻ അവിടുത്തെ അടിയങ്ങൾ യോഗ്യരായിട്ട് തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമാകുന്ന സ്വയംഭവം മാലാഖമാരുടെ സിംഹാസനത്തിനായി ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന ആരാധ്യവചനവും തന്റെ ബഹുലമായ കരുണനിമിത്തം ഞങ്ങൾ എല്ലാവരുടെയും മേൽ ദയവ് തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതെ ഇരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നെ അയക്കപ്പെടുന്നതല്ല അയക്കപ്പെടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായി വിരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതിനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തിലും സകലവിധമായ പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങൾ ജീവനോടുകൂടെ ഇരിക്കുന്നു എന്നുള്ളതായ നാഴിക മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലഭൂമ്യവും മോക്ഷദായ സകല സ്വർഗീയ സേനകളും ഭയന്ന് ഉറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതികളിൽ അഗ്നിമേൽ ബാലകൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതകൾ പരിഭ്രമിച്ച് ചന്ദ്രപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവരുടെയുമായ നിനക്ക് മഹാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമാകുന്ന ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയപ്പെട്ട് വസിക്കുന്നവരുമാകുന്ന നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും നിന്റെ ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളിലും ഒത്തവരായിരിക്കാനും തക്കതുകൊണ്ടും ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണത്തിന്റെ വഴിയിൽ ഇവരെ കാത്തുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽകരങ്ങളിൽ താല്പര്യമുള്ളവരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥിരമായിട്ട് വർത്തിക്കണമേ. നിന്റെ പരിശുദ്ധിയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആദ്യമുദ്രിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായിട്ട് തീരണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോവരെ ആശ്വസിപ്പിക്കണമേ. സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അടിയങ്ങൾ കരയറ്റുന്നു. ആയതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് മോചനവും പാപങ്ങൾക്ക് പരിഹാരവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സോനു ദ്രവതിശലോ
നിർമ്മല സഭേ നിന്നെ നാളിപ്പോയി നഗരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം സഭയോടും നന്നെ മൂന്ന് കോട്ടകൾ ചുറ്റുന്നു വഞ്ചകനാം ദുഷ്ടാത്മാവിനുള്ളിൽ ചമയാന്യോന്യം മൂന്നും കോട്ടകളിടയിൽ സ്ഥലമേവ പാത നാദസുധാമലരുഹായ മഹിമേഴും മണവാട്ടി സമം മധ്യേയും ഓർഗത്തിന് പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന്റെ മുൻപാകെ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധ ധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയവും നിറഞ്ഞതായ നിന്റെ വലത് കൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും അവരും നിന്റെ വലതു ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രങ്ങളേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുഖുല സുബ്ഹാന വൽമിൻ. പലതര ഉപദേശം നിലവോ പാരിമുളച്ചു പരക്കുന്നു ജീവത്തിനുപദേശം അവസാനിപ്പിക്കോ നമ്മുടെ മേൽ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവ്വത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മശിഹായുള്ള സ്നേഹത പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭാ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹ അതിന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകിയ വചനത്താൽ നന്മയുള്ളതാക്കി ഇതവളെ കരയോ ചുളിവോ മറ്റോ കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദോഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം.
ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിക്കും, എന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയെ ദീർഘായുസിരുപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആകായ ഹല്ലേലൂയ ഹല്ലേലൂയ മോദിക്കട്ടെ പരം നാഥ നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി Marthmor Slomo Lekulkun അവിടുത്തെ ആത്മാവിനോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവൻ രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധമത്തായ സ്ലീഹായുടെ രക്ഷാസുവിശേഷത്തിൽ നിന്നും വന്നവനും വരുവാനിരുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചുള്ള സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കന്യാമറിയാമിൽ നിന്നും ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വാസങ്ങൾ ഏറ്റുപറയുന്നു. ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാർ അടുത്ത് എന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായ മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാവരും ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്.